ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മോമോ, വെജിറ്റബിൾ മോമോയും സ്വീറ്റ് മോമോയും. അത് രണ്ടും മൈദ കൊണ്ട് തന്നെ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് മൈദ എടുക്കുക. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കുഴയ്ക്കണം. കുഴച്ച് നല്ലൊരു ഡോ ആക്കി വെക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ കുഴയ്ക്കണം. പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ എടുക്കുന്ന പോലെ. തീരെ അയയരുത്, കുറച്ചൊരു ബലമായിട്ടിരിക്കണം. ഏതെങ്കിലും ഓയില്, വെജിറ്റബിൾ ഓയിലോ നെയ്യോ എന്തായാലും തെറ്റില്ല. ഒന്നോടൊഴിച്ച് നമ്മൾ നന്നായിട്ട് കുഴച്ച് കവർ ചെയ്ത് വെക്കണം. ഇത് കവർ ചെയ്ത് ഒരു 20-25 മിനിറ്റ് വെക്കണം. അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഒരു 1/2 കപ്പ് 3/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. ഇങ്ങനെ തൊലി കളഞ്ഞ് കഴുകണം. ആദ്യമേ കഴുകണം. തീരെ ചെറിയതിൽ കൂടരുത്. ഇതേമാതിരി മീഡിയമായിട്ടുള്ള ഒരു ഒന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത കാബേജും അതുപോലെ പൊടിയായിട്ടരിയണം. കാബേജ് പൊടിയായിട്ടരിഞ്ഞു. ഇനി ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് 1 ടേബിൾ സ്പൂണ്. മല്ലിയില ചെറുതായിട്ടരിഞ്ഞത് 2 ടേബിൾ സ്പൂണ്. ഉപ്പ് പാകത്തിന്. ഞാൻ കുറച്ച്, അതായത് 1 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടെ, കറുത്ത എള്ളായാലും തെറ്റില്ല. 1 ടീസ്പൂൺ ഓയിലും വേണം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. നമ്മൾ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് 1 ടേബിൾ സ്പൂണ്. ക്യാരറ്റ് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത് 1/2 കപ്പ് എടുത്തു. കാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് 1 കപ്പ് എടുത്തു. ഉപ്പ്. ഇത് ചെറുതായിട്ട്, വലുതായിട്ട് വേവണ്ട, ചെറുതായിട്ട് ഒന്ന് ചൂടാവുക. ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടു. മതി, ഇത്രയും മതി. ഇനി ഞാൻ എൻ്റെ വെർഷനായിട്ടാ 1 ടീസ്പൂണ് എള്ളിട്ടു, മല്ലിയിലയും ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കഴിഞ്ഞ് എടുക്കാം. ഇതിനി ഒന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മളുടെ മൈദയും പാകമാകും. നമ്മൾ ഈ മിശ്രിതം അടുപ്പിൽ നിന്ന് എടുത്തു, ചൂടാറാൻ വെച്ചു. 15 മിനിറ്റ് കഴിയണ്ടേ. അപ്പം കഴിഞ്ഞു. അപ്പം ഈ മൈദ നമുക്ക് നല്ല സോഫ്റ്റായി, കണ്ടില്ലേ? അപ്പം നമുക്ക് ഈ മൈദ കുറേശ്ശെ വീതം പരത്തിയെടുക്കാം. വളരെ ചെറിയ ഉരുളകളാക്കണം. ഇതേമാതിരി. നമ്മളിതെല്ലാം ചെറിയ ഉരുളകളാക്കി. ഇനി ഇത് നമുക്ക് പരത്തണം. അപ്പോൾ നമ്മൾ ഇത് അടച്ചു വെച്ചേക്കണം. ഇതേമാതിരി
അല്ലെ അത് ഡ്രൈ ആയിപ്പോവും. ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഓരോ ഉരുള വീതം എടുത്ത് പരത്തണം. അപ്പോൾ പരത്തുമ്പോൾ നമുക്ക് ഇടയ്ക്ക് മൈദക്കകത്ത് മുക്കണം. അതിനാണ് ഞാനിതെടുത്ത് വെച്ചത്. നമ്മളിത് പരത്തി ഇനി ഇതിനകത്തേക്ക് നമ്മളുടെ മിശ്രിതം വെക്കണം. കണ്ടില്ല, ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഈ നടുക്ക അകത്തോട്ട് നമ്മൾ മാറ്റി വെക്കും. ഒന്ന് അമർത്തി വെക്കും. ഇങ്ങനെ നമുക്ക് എല്ലാം പരത്തി വെക്കണം. നമ്മൾ സാരി ഞൊറിയില്ലേ, സാരി ഞൊറിയുന്ന മാതിരി ഇങ്ങനെ അങ്ങോട്ട്. അത് എളുപ്പം ചെയ്യാൻ പറ്റും. 2 ദിവസം പ്രാക്ടീസായാൽ എളുപ്പം ചെയ്യാം. നടുക്കുവശം ഒന്ന് അമർത്തണം, അല്ലേ അത് മസാല ഇല്ലാതിരിക്കും. പുറത്തിന് കനരുത്. നമ്മളുടെ മോമോ എല്ലാം പരത്തി കഴിഞ്ഞു. നമ്മളൊരു സ്റ്റീമറിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനൊരു തട്ടും വെച്ച് സ്റ്റൗ ഓണാക്കി ഇടണം. എന്നിട്ട് നമ്മളിത് അടയ്ക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് ആകും. ആ സമയത്തൊക്കെ നമുക്ക് സ്വീറ്റ് മോമോ ഉണ്ടാക്കാം. സ്വീറ്റ് മോമോയ്ക്ക് വേണ്ടി 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ എള്ള്, 50 ഗ്രാം ശർക്കര, 1 മുറി തേങ്ങ അല്ലെ 1 കപ്പ് തേങ്ങ. ഇത് ഞാൻ ഇനി കുഴയ്ക്കണം. നമുക്ക് മറ്റേ മോമോ പോലെ തന്നെ തയ്യാറാക്കണം. ഇത് കുഴയ്ക്കുമ്പോൾ പക്ഷേ ഞാൻ സ്വല്പം 1 ടീസ്പൂൺ പാലൊഴിക്കും. ഇത് കുഴയ്ക്കുമ്പോൾ ഞാൻ 1 ടീസ്പൂൺ പാലൊഴിക്കും. ഇത് കുഴയ്ക്കുമ്പം സ്വല്പം പാലും കൂടെ ഒഴിക്കും ഞാൻ. സാധാരണ മോമോയുടെ അതേമാതിരിയാണ്. തേങ്ങയും ശർക്കരയാണെന്നുള്ളതേ ഉള്ളൂ. ഇനി സ്വല്പം നെയ്യും കൂടെ. നെയ്യ് നമുക്ക് തേങ്ങ വരട്ടാനും വേണം. സ്വല്പം നെയ്യ് കയ്യെ പുരട്ടി നമ്മളിട്ടോ 15-20 മിനിറ്റ് വെക്കുക. ആ സമയത്തേക്ക് നമുക്ക് ശർക്കരയും തേങ്ങയും റെഡിയാക്കാം. നമ്മൾ തേങ്ങ ഇട്ടു. തേങ്ങ കുഴച്ചാൽ മതി. പക്ഷെ ഞാൻ അടുപ്പയിലിട്ടൊന്ന് ആ വെള്ളമയം വലിയാൻ വേണ്ടിയിട്ട് തേങ്ങയും ശർക്കരയും എള്ളും ഇട്ടു. സ്വല്പം നെയ്യും കൂടെ ഒഴിച്ച് 1 ടീസ്പൂൺ നെയ്യ് മതി മൊത്തം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കി
ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നേപ്പാള്, ടിബറ്റ് ആ ഏരിയയിലെല്ലാം ഭൂട്ടാനൊക്കെ ഉള്ള ഒരു പലഹാരമാണ് മോമോ. സ്വീറ്റ് മോമോ അല്ല, എരിയുള്ള മോമോ, വെജിറ്റബിൾ മോമോ. സ്വീറ്റ് മോമോ ഞാൻ അതേമാതിരി ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. കുട്ടികൾക്ക് സ്വീറ്റ് മോമോയും എരിയുള്ള മോമോയും കൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം. നമ്മളുടെ മിശ്രിതം റെഡിയാക്കിയെടുത്തു. ഇനി നമുക്ക് വെജിറ്റബിൾ മോമോയുടെ കൂട്ട് തന്നെ ഈ മോമോയ്ക്ക്, സ്വീറ്റ് മോമോയ്ക്കുള്ളതും പരത്തിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതങ്ങ് സോഫ്റ്റായി. ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കാം. ആദ്യം ഉരുളകളാക്കി വെക്കാം. മൈദ കൊണ്ട് തന്നെ രണ്ടും ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ ഉരുട്ടി കഴിഞ്ഞു. ഇനി ഇത് പഴയ പോലെ തന്നെ നമ്മളൊരു തുണിയിട്ട് അടച്ചു വെക്കണം, അല്ലെ ഡ്രൈ ആകും. ഈ സമയത്ത് നമുക്ക് നമ്മളുടെ വെജിറ്റബിൾ മോമോ വെന്തോ നോക്കാം. വെന്തെങ്കിൽ എടുക്കാം. മോമോ എല്ലാം വെന്ത് റെഡിയായി. നമുക്കിത് ഒന്ന് തണുക്കുമ്പോൾ എടുക്കാം. നമ്മളുടെ വെജിറ്റബിൾ മോമോ എല്ലാം റെഡിയായി. ഇനി നമുക്ക് സ്വീറ്റ് മോമോ റെഡിയാക്കാം. വെജിറ്റബിൾ മോമോ പോലെ തന്നെ സ്വീറ്റ് മോമോയുടെ നമുക്ക് പൂരി പരത്തി അതിൽ മിശ്രിതം വെച്ച് ആവി വെച്ച് വേവിക്കണം. എപ്പോഴും ഇത് തിന്നായിരിക്കണം ഈ പൂരി. സാരി ഞൊറിയുന്ന മാതിരി ഇങ്ങനെ ഞൊറിഞ്ഞ് അതേമാതിരി എടുക്കണം. എല്ലാ പൂരി പരത്തി ഇങ്ങനെ എടുക്കണം. നമ്മുടെ സ്വീറ്റ് മോമോയും എല്ലാം പരത്തി കഴിഞ്ഞു. ഇതും ഇനി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. നമ്മളുടെ സ്വീറ്റ് മോമോയും റെഡിയായി. എടുക്കാം. സ്വീറ്റ് മോമോയും റെഡിയായി. മൈദ തന്നെ വെച്ചിട്ട് വെജിറ്റബിൾ മോമോയും സ്വീറ്റ് മോമോയും റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കമൻറ്റുകളും കൂടി എഴുതണം.